നിങ്ങൾക്ക് ഉറക്കം വരുന്നത് വളരെ കുറവാണ്. അതായത് ഉറങ്ങാൻ കിടന്നാലും ഉറക്കം വരില്ല എന്നുള്ള പ്രശ്നമുള്ള ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് എനിക്കറിയാം. അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഉള്ളിലുള്ളൊരു മനസ്സുണ്ടല്ലോ, ആ മനസ്സിനെ ആദ്യം ഉറക്കാനായി ശ്രമിക്കുക. കാരണം മനസ്സ് ഉറങ്ങിയെങ്കിൽ മാത്രമേ ആ ഉറക്കം നിങ്ങളുടെ ശരീരത്തെ ബാധിക്കുള്ളൂ. ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരായിരിക്കും പകരം. അപ്പോൾ നിങ്ങൾ എപ്പോൾ കിടന്നാൽ, ചിലർക്ക് നേരത്തെ കിടന്നാൽ ഉറക്കം വരും, ചിലർക്ക് താമസിച്ച് കിടന്നാൽ. ആ സമയം നിങ്ങൾ കണ്ടെത്തുക. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫ്രഷായി വരിക, കുറച്ച് വെള്ളമൊക്കെ കുടിക്കുക, അത്യാവശ്യം വെള്ളം കുടിക്കുക. കാരണം ഇടയ്ക്ക് ബാത്റൂമിൽ പോകാൻ എണ്ണീച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉറക്കത്തിന് അവിടെ വിഘ്നം, അതായത് തടസ്സം ഉണ്ടാകുകയാണ്. ആ തടസ്സം ഉണ്ടാകുന്ന സമയത്ത് അത് നിങ്ങളുടെ മനസ്സിനെയും ഉണർത്തും. അങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ആ ഉറക്കം മിക്കവർക്കും കിട്ടാൻ പ്രയാസം വരും. ആ ഒരു ലാഗ് ഉണ്ടാകും. അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക. പിന്നെ ഉണർന്ന് നമ്മൾ ബാത്റൂമിൽ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം കുടിച്ചിട്ട് തന്നെ കിടക്കുക. പിന്നെ മറ്റെന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവർ ആ വെള്ളം കുടിക്കുന്നത് അതിനനുസരിച്ച് നിയന്ത്രിച്ചോ കൂടുതലായി കുടിച്ചോ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. എങ്കിലും പൊതുവെ രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് കൂടുതലായി വെള്ളം കുടിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എൻ്റെ അറിവ് അതും കൂടെ പറയുകയാണ്. അപ്പം നമ്മൾ ആ വെള്ളം കുടിക്കുന്നു, നമ്മൾ കിടക്കയൊക്കെ വൃത്തിയാക്കി കിടക്കണം. കിടക്ക എപ്പോഴും ഞാൻ പറയുകയാണ്, നമ്മുടെ ബെഡ്ഷീറ്റ് എപ്പോഴും ലൈറ്റ് കളർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ലൈറ്റ് കളർ ഇടുക, കളറ് ഇത് ചെയ്യാം. വലിയ വലിയ പൂക്കളിൽ നിന്ന് ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉള്ള, കാണുമ്പോൾ തന്നെ അത് നന്നായിട്ട് ബെഡ് ഷീറ്റ് നന്നായിട്ട് കവർ ചെയ്തൊക്കെ ഇടുക. കാണുമ്പോഴേ നമുക്കൊരു സുഖം തോന്നണം, കിടന്നുറങ്ങണം എന്നാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ബെഡ് സെറ്റ് ചെയ്ത് നമ്മൾ കിടക്കുക. നമ്മളെല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഉറങ്ങാൻ കിടന്നു കഴിയുമ്പോൾ നമ്മൾ ഫോൺ മാറ്റി വയ്ക്കുക. അലാറം വയ്ക്കുന്നുണ്ടെങ്കിൽ അത് വയ്ക്കുക. അതിനുശേഷം എല്ലാം കഴിഞ്ഞ് ഇനി ഉറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, അല്ലേ? അപ്പം നമ്മൾ ചെയ്യേണ്ടത്, ഉറങ്ങണം എന്ന് മനസ്സിനോട് ആദ്യം പറയാം. പറയാൻ ശേഷം എന്തൊരു തിരക്കാരെന്ന് മനസ്സിൽ തോന്നുക, വിളിച്ചു പറയാനല്ല, മനസ്സിൽ വിചാരിക്കും. ഫോണൊക്കെ വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, എന്തൊരു തിരക്കാരെന്ന് അടുത്ത് കിടക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ മനസ്സിൽ പറയാം, എന്തൊരു തിരക്കായിരുന്നു, എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു, ശരീരത്തിനൊക്കെ വല്ലാത്തൊരു അസ്വസ്ഥത. ചിലർക്ക് കിടക്കുന്നതിന് മുമ്പ് വിക്സ എന്തെങ്കിലും ഒന്ന് സ്മെല്ല് ചെയ്യുക, മണപ്പിക്കുന്ന ശീലമൊക്കെ ഉണ്ട്, തേക്കുകയൊക്കെ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങൾക്ക് അടുത്ത് കിടക്കുന്നവർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതായത് നന്നായിട്ട് ശ്വാസമൊക്കെ എടുത്ത് പുറത്തേക്കൊക്കെ വിട്ട് അതിന് ശേഷം കിടന്നിട്ട് നല്ല ക്ഷീണമുണ്ട്, എനിക്കിപ്പോൾ ഉറങ്ങണം. അതായിട്ട് കുഞ്ഞു പിള്ളേർ ഇങ്ങനെ ഞെളിയുന്നത് കണ്ടില്ലേ? അതായത് അവരങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യും കാലും ഒക്കെ ഇങ്ങോട്ട് നിവർന്ന് വലിഞ്ഞു മുറുകിയൊക്കെ കാണിക്കുന്നത്. അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അതെങ്ങനെയാണ് എനിക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ല. ഇത് കയ്യും കാലും ഒക്കെ ഒന്ന് നിവർത്തി കുടഞ്ഞ് വലിച്ച് ഒക്കെ ഇടത്തില്ലേ കയ്യും കാലും ഒക്കെ? നിങ്ങളൊന്ന് ശരീരമൊക്കെ ഒന്ന് ചെറുതായിട്ട് കുളച്ചെടുത്ത്, ഉളുക്കൊന്നും വീഴ്ത്തല്ലേ, അങ്ങനെ ചെയ്ത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനൊരു ഒരു സുഖം കിട്ടും. അപ്പോൾ അയ്യോ എനിക്ക് ഉറക്കം വരുന്നേ എന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പതുക്കെ കണ്ണടച്ച് ഉറങ്ങണം. എന്ത് ക്ഷീണം, ഉറങ്ങും ഇങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, മനസ്സിൽ പറയും പതുക്കെ. അപ്പോൾ ആ ഉറക്കം നമ്മളെ അടുത്തോട്ട് വരുന്നതായിട്ട് നമ്മുടെ മനസ്സിലിങ്ങനെ വിചാരിക്കും. അങ്ങനെ പതുക്കെ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന കൂട്ടത്തിലുണ്ടല്ലോ നിങ്ങൾ ഉറങ്ങിപ്പോവും. അല്ലെങ്കിൽ ഇതൊന്ന് ശ്രമിച്ചു നോക്കും. ചിലപ്പോൾ 1-2 ദിവസം കൊണ്ട് പറ്റില്ല. അതൊക്കെ നിങ്ങൾ എല്ലാ ദിവസവും അങ്ങനെ ചെയ്യുക. നിങ്ങളുടെ ശരീരവും മനസ്സും അത് ആ ഒരു പോയിൻ്റ് വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കും, ദേ ഉറങ്ങാൻ സമയമായിട്ടുണ്ട്, ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് ചെയ്യുന്നത് എന്ന് പഠിക്കാൻ തുടങ്ങും മനസ്സ്. അങ്ങനെ നിങ്ങൾ സുഖമായിട്ട്
ഉറങ്ങും. ശ്രമിച്ചു നോക്കും. മനസ്സിനെ ഉറക്കൂ, ശേഷം നിങ്ങൾ ഉറങ്ങും.